നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. 2025 റാപ്പിഡ് വേൾഡ് ചാമ്പ്യൻഷിപ്പും കാൾസൺ തന്നെ നേടിയിരിക്കുകയാണ്. റാപ്പിഡ് ഫോർമാറ്റിൽ 6ാം തവണയാണ് അദ്ദേഹം ലോക ചാമ്പ്യനാകുന്നത്. ക്ലാസിക്കൽ ഫോർമാറ്റിലെ 5ഉം ബ്ലിറ്റ്സിലെ 8ഉം കിരീടങ്ങൾ കൂടെ ചേർക്കുമ്പോൾ ഇത് അദ്ദേഹത്തിന്റെ 19ാം ലോക കിരീടമാണ്. ഈ ടൂർണമെന്റിന്റെ 7ാം റൗണ്ടിൽ റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ വ്ളാഡിസ്ലാവ് ആർട്ടിമിയേവും മാഗ്നസ് കാൾസനും തമ്മിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗെയിം കണ്ടു നോക്കാം. ഈ ഗെയിമിൽ ആർട്ടിമിയേവ് വൈറ്റ് സൈഡും കാൾസൺ ബ്ലാക്ക് സൈഡാണ് കളിക്കുന്നത്. വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. വൈറ്റ് C4 മൂവ് ചെയ്തുകൊണ്ട് ക്വീൻസ് ഗാംബിറ്റ് സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്തുകൊണ്ട് അത് ഡിക്ലൈൻ ചെയ്യുന്നു. വൈറ്റും ഇപ്പോൾ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ കൂടെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് D5 സ്ക്വയറിലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരുന്നു. ബ്ലാക്ക് C6 മൂവ് ചെയ്യുന്നു. ഇതോടെ ഗെയിം സെമി സ്ലാബ് ഡിഫൻസിലേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെ വൈറ്റ് E3 മൂവ് ചെയ്തുകൊണ്ട് മെയിൻ ലൈൻ സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ C2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് B6 മൂവ് ചെയ്ത ശേഷം വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോണ് വെച്ച് പോണിട്ടുന്നു. ബ്ലാക്ക് പോണ് വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ വൈറ്റ് ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസിലിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതോടൊപ്പം ബ്ലാക്കിന്റെ കിങ്സിലേക്ക് ഒരു അറ്റാക്കും കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്കും ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസിലിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാസിലും ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ F6ൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു നൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാക്കിന് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കാസിലും ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ കാസിലും ചെയ്യുന്നില്ല. പകരം അടുത്ത ബിഷപ്പിനെ കൂടി ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ B7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോഴും ബ്ലാക്കിന്റെ കിങ് ബോർഡിന്റെ സെന്ററിലാണുള്ളത്. അതുകൊണ്ട് വൈറ്റ് വേഗം ഈ സെന്റർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. E4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ പോൺ വെച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ അവിടെ നിന്നും ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ആ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോയാണ്. പോൺ വെച്ച് പോണിട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം ബ്ലാക്ക് കിങ്സിലേക്ക് കാസിൽ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന്റെ ഏറ്റവും സ്ട്രോങ് ഡിഫൻഡർ എന്ന് പറയുന്നത് ഈ F6ലെ നൈറ്റാണ്. ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നതിനായിട്ട് വൈറ്റ് ഇപ്പോൾ തന്നെ നൈറ്റ് വെച്ച് നൈറ്റ് ഔട്ട് എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ഈ D7ലെ നൈറ്റ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് അടുത്ത നൈറ്റിനെ അതേ സ്കോറിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ആദ്യം ആ D7ലെ നൈറ്റിനെ ടാർഗറ്റ് ചെയ്യാണ്. നൈറ്റിനെ E5ലേക്ക് കൊണ്ടുവന്ന് D7ലെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ വൈറ്റിന്റെ നൈറ്റുകൾ ബോർഡിന്റെ സെന്ററിൽ വളരെ സ്ട്രോങ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് കാൾസൺ ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കാണ്. നൈറ്റ് വെച്ച് നൈറ്റ് ഔട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് അടുത്ത നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ എന്തായാലും ഈ നൈറ്റിന് ഇവിടെ നിന്ന് മാറിയേ പറ്റുള്ളൂ. അതുകൊണ്ട് വീണ്ടും ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റ് വെച്ച് നൈറ്റിനെ കിട്ടുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ H7ലെ പോണവരെ 2 അറ്റാക്ക് വന്നിട്ടുണ്ട്. ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നതിനായിട്ട് ബ്ലാക്ക് ഇപ്പോൾ G6 മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഡയഗണൽ ഓപ്പൺ ആകും. അതുകൊണ്ട് തന്നെ ബിഷപ്പിനെ H6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കാനും ഈ F7ലെ പോണിനെ കൂടെ ഇവിടുന്ന് ഒഴിവാക്കിയ ശേഷം ഒരു ബിഷപ്പ് സാക്രിഫൈസിലൂടെ വളരെ വേഗത്തിൽ ഇവിടെ ഒരു ചെക്ക്മേറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നതിനായിട്ട് G6 മൂവ് ചെയ്യുന്നില്ല. പകരം H6 മൂവ് ചെയ്തുകൊണ്ട് പോണിനെ അറ്റാക്കിൽ നിന്നും ഒഴിവാക്കുന്നു. ഇതേ മൂവ് ഓർഡറിൽ ഇതിനു മുൻപും ഒരു ഗെയിം നടന്നിട്ടുണ്ട്. അവിടെ വൈറ്റ് അടുത്തായിട്ട് ബിഷപ്പിനെ F4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഗെയിം മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഇവിടെ ആർട്ടിമിയേവ് മറ്റൊരു പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നില്ല. പകരം E6 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റിനിപ്പോഴും ഈ ഡയഗണലിലേക്ക് നല്ല കൺട്രോൾ ഉണ്ട്. ഇനി ഈ പോണിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ബ്ലാക്കിന്റെ കിങ്ങുള്ള ഈ ഒരു ഡയഗണൽ കൂടെ ഓപ്പൺ ചെയ്യുക എന്നാണ് വൈറ്റിന്റെ പ്രധാന ഉദ്ദേശം. എന്നാൽ കാൾസൺ ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന്റെ കിങ് സൈഡ് പൂർണ്ണമായും തകരാൻ പോകുന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് അടുത്ത റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ C7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ ഡയഗണലിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നതോടൊപ്പം റൂക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ബ്ലാക്കിനിപ്പോൾ റൂക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു പിൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. വൈറ്റ് ആ അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം പോൺ വെച്ച് പോണിട്ടുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം ഈ പിൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബിഷപ്പിനെ D5ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ റൂക്കിനെ കൂടെ പിൻ ചെയ്യുന്നു. ആ റൂക്കിന് എന്തായാലും എങ്ങോട്ടേക്കും മാറാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് അടുത്ത റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ F8ലേക്ക് കൊണ്ടുവന്ന് F7ലെ റൂക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് റൂക്കിനെ വിട്ടാണെങ്കിൽ ബ്ലാക്കിന് റൂക്ക് വെച്ച് തിരിച്ചു വിട്ടാം. പിന്നീട് വൈറ്റിന് പെട്ടെന്നൊരു അറ്റാക്കിനുള്ള സാധ്യതയില്ല. എന്നാൽ ഇവിടെ വൈറ്റിന്റെ ഭാഗത്തുനിന്നും ഒരു ബ്രില്യൻറ്റ് മൂവരാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റ് ഇനി എങ്ങനെയാകും അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ഒരു റൂക്കിനെ നേടിയെടുക്കുന്നതിനേക്കാൾ
ബ്ലാക്കിൻ്റെ കിങ് സൈഡ് പൂർണ്ണമായിട്ടും തകർക്കുക എന്നതാണ് വൈറ്റിൻ്റെ പ്രധാന ഉദ്ദേശം. അതിനായിട്ട് ഒരു സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് H6 പോകണം എടുത്തുകൊണ്ട് ഒരു ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ചെക്കോട് കൂടി ക്വീനെ G6 കൊണ്ടുവരാം. ഇപ്പോൾ ചെക്കാണ്. റൂക്കിനെതിരെ 2 അറ്റാക്കും വന്നിട്ടുണ്ട്. ആ റൂക്ക് പിന്നിങ്ങില്ലാതെ കാരണം റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. കിങ്ങിന് H8 തന്നെ മാറേണ്ടി വരും. അതിനുശേഷം ബിഷപ്പ് വെച്ച് ആ റൂക്കിന് ഇട്ടെടുക്കാം. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് കാൾസൺ ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ല. ബിഷപ്പിനെ D6 മൂവ് ചെയ്തുകൊണ്ട് ക്വീന് വെച്ച് റൂക്കിന് ഒരു സപ്പോർട്ടോടെ കൊടുക്കുന്നതോടൊപ്പം H2 ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് ഒരു എക്സ്ചേഞ്ചിരിക്കുന്ന പാവാണ്. ബിഷപ്പ് വെച്ച് റൂക്കിന് കിട്ടുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചു കിട്ടുന്നു. ബ്ലാക്കിന് ഇപ്പോഴും ഈ H2 അറ്റാക്ക് ഉണ്ട്. വൈറ്റ് ഇപ്പോൾ അത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കാം. ഈ റൂക്ക് ഇപ്പോൾ പിന്നിങ്ങിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്വീൻ വെച്ച് ചെക്ക് വന്നാലും ആ റൂക്ക് വെച്ച് തന്നെ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഈ ബിഷപ്പിനെ രക്ഷിക്കുന്നതോടൊപ്പം ക്വീനെ കൂടെ G5 കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ക്വീനെ G6 കൊണ്ടുവന്ന് G7 പോണിനെ പിൻ ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ബിഷപ്പ് വെച്ച് H2 പോണിനെ ഇട്ടെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ H1 മൂവ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് ബിഷപ്പിനെ E5 തന്നെ തിരിച്ചു കൊണ്ടുവന്ന് G7 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഈ B2 ആ ബിഷപ്പിന് കൺട്രോൾ ഉണ്ട്. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. വേഗം അടുത്ത റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. റൂക്കിനെ E1 കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബിഷപ്പിനിപ്പോൾ ക്വീൻ്റെ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് കാൾസൺ അടുത്ത ബിഷപ്പിനെ കൂടെ ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുകയാണ്. C5 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് F4 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ D6 മൂവ് ചെയ്യുന്നു. ബിഷപ്പ് മാറിയതോടെ E5 ഓപ്പണായി കിട്ടിയിട്ടുണ്ട്. വൈറ്റ് റൂക്കിനെ E8 കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തന്നെ ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ ബിഷപ്പ് പിന്നിങ്ങിലാണ്. വൈറ്റ് വേഗം അവിടേക്ക് ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ D1 കൊണ്ടുവരുന്നു. വൈറ്റിൻ്റെ അറ്റാക്ക് സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കിയതോടെ കാൾസൺ ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. റൂക്കിനെ E6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ആ ക്വീൻ ഇപ്പോൾ അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ ഒരു ചെക്കോട് കൂടി ആ ബിഷപ്പിനെ വിട്ടെടുക്കാനാണ് ബ്ലാക്കിൻ്റെ പ്ലാൻ. എന്നാൽ ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും അടുത്തൊരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ആർട്ടിമേവ് ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് തന്നെ പോവുകയാണ്. റൂക്കിനെ D8 മൂവ് ചെയ്തുകൊണ്ട് ആ ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യം റൂക്ക് വെച്ച് ബിഷപ്പിന് വേണ്ടി ചെക്ക് വരും. അപ്പോൾ എന്തായാലും H7 മാറാൻ കഴിയുള്ളൂ. ഈ സമയത്ത് റൂക്ക് H8 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. അതുകൊണ്ട് കാൾസൺ ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ബിഷപ്പ് വെച്ച് G2 പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ ക്വീന് വെച്ച് ബിഷപ്പിനെ ഇട്ടെടുക്കുകയാണെങ്കിൽ ഒരു ചെക്കോട് കൂടി ബ്ലാക്കിനും വൈറ്റിൻ്റെ ബിഷപ്പിനെ ഇട്ടെടുക്കാം. അല്ലാതെ കിങ് വെച്ചാണ് ഇട്ടെടുക്കുന്നതെങ്കിൽ ഒരു ചെക്കോട് കൂടി ക്വീനെ ഇട്ടെടുക്കാം. കാൾസൺ ഇവിടെ ക്വീന് വെച്ച് തന്നെയാണ് ആ ബിഷപ്പിനെ ഇട്ടുന്നത്. ക്വീന് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് ബിഷപ്പിനെ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ G1 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ F6 കൊണ്ടുവന്ന് ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് ക്വീനെ D5 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തോടെ കിങ്ങിനെ H7 മൂവ് ചെയ്ത ശേഷം കാൾസൺ തോൽവി സമ്മതിക്കുകയായിരുന്നു. ഇവിടെ എന്തായാലും ഒരു ബിഷപ്പോടെ നഷ്ടമാകും. ഇപ്പോൾ എന്തായാലും റൂക്ക് വെച്ച് റൂക്കിനിട്ടാണെങ്കിൽ അടുത്ത റൂക്ക് വെച്ച് തിരിച്ചു കിട്ടും. അതിനുശേഷം ക്വീൻ H5 ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. ആ ചെക്ക്മേറ്റ് തടാനായിട്ട് ബ്ലാക്കിനിപ്പോൾ നല്ല ഓപ്ഷനുകളൊന്നുമില്ല. കിങ്ങിനെ G6 മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ F5 ചെക്ക് വരികയും അടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അല്ലാതെ കിങ് H6 മൂവ് ചെയ്തുകൊണ്ട് ഈ ചെക്ക്മേറ്റ് തടയാൻ ശ്രമിച്ചാലും റൂക്കിനെ H8 കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും G6 മാറേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ E6 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. അല്ലാതെ ഇനി പോൺ വെച്ച് ആ സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും ക്വീന് H1 ഒന്ന് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ എന്തായാലും G7 മാറാൻ കഴിയുള്ളൂ. ഈ സമയത്ത് ക്വീൻ H8 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. ഈ ടൂർണമെൻറ്റിൽ കാൾസൺ തോറ്റ ഒരേ ഒരു ഗെയിമാണിത്. അതുകൊണ്ടാണ് ഈ ഗെയിം തന്നെ ആദ്യം കാണിക്കാമെന്ന് കരുതിയത്.